മോഹൻലാലിന്റെ ഒരു ഡസൻ ചിത്രങ്ങൾ റിലീസിനായി അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. മുൻപ് പുറത്തിറങ്ങിയ 4 റിലീസുകൾക്കും മികച്ച പ്രതികരണം ലഭിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ ചിത്രങ്ങൾ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോഹൻലാലിന്റെ പുത്തൻ ചിത്രങ്ങൾ മാത്രമല്ല റിലീസുകളും ഇന്ന് ബോക്സ് ഓഫീസുകളിൽ കോടിക്കിലുക്കം നേടിയാണ് പടിയിറങ്ങുന്നത്. മലയാളത്തിൽ വേറെ ഒരു നടനും ഇത്രയും സിനിമകൾ റിലീസ് ചെയ്ത് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ടില്ല. ഇപ്പോഴത്തെ നടന്റെ ഒരു ഡസൻ ചിത്രങ്ങൾ റിലീസായി അണിയറയിൽ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ചിത്രങ്ങളുടെ ലിസ്റ്റ് കണ്ട ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ ചിത്രങ്ങൾക്ക് തിയേറ്ററുകളിൽ ലഭിക്കുന്ന മികച്ച സ്വീകാര്യതയാണ് കൂടുതൽ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച പോലെ തന്നെ ഗുരു, ഉദയനാണ് താരം, സമ്മർ ഇൻ ബത്ലഹേം, നരൻ, തേന്മാവിൻ കൊമ്പത്ത് എന്നീ സിനിമകൾ ഉടൻ റിലീസ് ചെയ്യും. ഇതുകൂടാതെ റൺ ബേബി റൺ, ഹലോ, കാലാപാനി, ആറാം തമ്പുരാൻ, ദേവാസുരം, നമ്പർ 20 മദ്രാസ് മെയിൽ, കാക്കക്കുയിൽ എന്നീ ചിത്രങ്ങളും ഉടൻ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഭദ്രൻ ചിത്രം സ്ഫടികം ആദ്യ ദിനം 77 ലക്ഷം രൂപയാണ് കളക്ഷനായി നേടിയത്. പിന്നാലെ ഏകദേശം 4 കോടിയോളം രൂപ ചിത്രം തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യ റിലീസിൽ വേണ്ട ശ്രദ്ധയും കളക്ഷനും നേടാനാവാതെ പോയ സിബി മലയിൽ ചിത്രം ദേവദൂതൻ രണ്ടാം വരവിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചിത്രം ആദ്യ ദിനം 50 ലക്ഷമാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. പിന്നാലെ ആഗോളതലത്തിൽ നിന്ന് 5.4 കോടി രൂപ നേടിയാണ് തിയേറ്ററുകൾ വിട്ടത്. 2024 ഓഗസ്റ്റ് 17 റിലീസ് ചെയ്ത ഫാസിൽ ചിത്രം മണിച്ചിത്രത്താഴ് ആദ്യ ദിനം 50 ലക്ഷം രൂപയാണ് നേടിയത്. ഒപ്പം 4.71 കോടി രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ റിലീസ് കളക്ഷൻ. നാലാമത്തെ ചിത്രമായ ഛോട്ടാ മുംബൈ ആദ്യ ദിനം 40 ലക്ഷത്തോളം കളക്ഷൻ നേടുകയും ഫൈനൽ കളക്ഷനായി 3.78 കോടി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഈ റെക്കോർഡുകളിലേക്കാണ് രാവണ പ്രഭുവിന്റെ കടന്നുവരവ്. ഇതിനോടകം തന്നെ ചിത്രം മികച്ച കളക്ഷൻ നേടിക്കഴിഞ്ഞു. 2.6 കോടിയാണ് സിനിമ ഇതുവരെ നേടിയത്. ചിത്രം എത്ര കോടി നേടിയാവും തിയേറ്ററുകൾ വിടുകയെന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.